അപ്പം ഇനി നമ്മൾ പോണത് ഒന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാനും അതേപോലെ തന്നെ താജ് ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. മുംബൈയിലെ ഇന്നത്തെ കാഴ്ച താജ് ഹോട്ടലിൻ്റെയും അതേപോലെ തന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെയും കാഴ്ചയാണ്. ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും മനസ്സിലുണ്ടാകും അത് ഡൽഹിയിലല്ലേ എന്ന്. ഡൽഹിയിലുള്ളത് ഇന്ത്യ ഗേറ്റ് ആണ്. ഗേറ്റ് ഓഫ് ഇന്ത്യയാണ് മുംബൈയിലുള്ളത്. വാഹനമിറങ്ങിയാൽ ഏകദേശം 1/2 കിലോമീറ്ററോളം നടന്നു വേണം ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക് എത്താൻ. അതിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് താജ് ഹോട്ടലുമുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 75ഓളം അംഗങ്ങളുള്ള വലിയൊരു ടീമിൻ്റെ കൂടെയാണ് ഞങ്ങളുടെ ഈ യാത്ര. അകത്തേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ചെക്കിംഗ് എല്ലാം കർശനമാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഭീകരാക്രമണം നടന്ന സ്ഥലമാണ് താജ് ഹോട്ടൽ. അതുകൊണ്ട് തന്നെ സുരക്ഷ അത് വളരെയധികം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവർ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഫ്രണ്ടിൽ കാണുന്നതാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ. അകത്തേക്ക് പ്രവേശനമില്ല. കാരണം എന്തൊക്കെയോ വർക്ക് നടക്കുന്നത് കൊണ്ട് ചുറ്റുഭാഗത്തും കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട്. എങ്കിലും ദൂരെ നിന്ന് കാണാം. നല്ലൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായി. വർക്ക് എടുക്കുന്നതുകൊണ്ട് ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം കൂടി ഇല്ല. ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് താജ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. താജ് ഹോട്ടലിന് അകത്തേക്കൊന്നും പ്രവേശനമില്ല, ദൂരെ നിന്നുള്ള കാഴ്ച മാത്രം. എന്നിരുന്നാലും ഫോട്ടോഷൂട്ടിനും അതേപോലെ തന്നെ നല്ല റീൽസിനൊക്കെ പറ്റിയ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് താജ് ഹോട്ടലിന്റെ മുൻവശം. താജ് ഹോട്ടലിന്റെ മുൻവശത്തായിട്ട് അതേപോലെ തന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പിൻവശത്തായിട്ടുള്ളതാണ് ഈ മനോഹരമായ കടൽ. കടൽ നിറച്ച് ബോട്ടുകൾ, ദൂരെ നിന്നും കപ്പലുകൾ പോകുന്നതായിട്ട് നമുക്കിവിടെ നിന്ന് കാണാം. ഈ ബോട്ടുകളിലൊക്കെ നമുക്ക് സവാരി ചെയ്യാം. ചെറിയ ബോട്ട് മുതൽ വലിയ സംഘങ്ങൾക്ക് പോകാൻ പറ്റിയ വലിയ ബോട്ടുകൾ വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോഴേ ബാക്കിലെ കണ്ടതാണ്, അതാണ് താജ് ഹോട്ടൽ തന്നെ. മുത്തൂസിനെ ഞാൻ അറിഞ്ഞില്ലാന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ മുത്തൂസ് അവിടെ ചെന്നിട്ട് പെരിയ ചോദിക്കേ ഞാൻ താജ് ഹോട്ടൽ കണ്ടില്ലല്ലോ എന്ന്. അത് അങ്ങനെ പറയാൻ ചോദിക്കാൻ പാടില്ല. താജ് ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് നമ്മൾ കൊടുത്ത് നല്ല കളറിൽ 2 റീൽസ് അങ്ങട്. അപ്പോൾ മുംബൈയിലെ നമ്മുടെ 2ാമത്തെ കാഴ്ചയാണിത്. ഒരുപാടേറെ കാഴ്ചകൾ ഇനി നമുക്ക് കാണാനുണ്ട്. കൂടെ കൂടിക്കോളി സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് കൊണ്ട് കാണാം.